ഹെവൻലി മെലോഡിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ക്രിസ്തുമസ് ദൈവം കൂടെയായിരിക്കുന്ന അനുഭവമാണ്. ഈ ക്രിസ്തുമസ് അനുഭവമാണ് നമ്മിലൂടെ ഇന്ന് ലോകത്തിന് കൊടുക്കേണ്ടത്. ഞാൻ എല്ലാവർക്കും എല്ലാമായി മാറുമ്പോൾ ക്രിസ്തുമസ് അനുഭവം ലോകത്തിന് ലഭിക്കുന്നു. നമ്മിലൂടെയാണ് സ്വർഗീയ സംഗീതം ഇന്ന് മറ്റുള്ളവർ കേൾക്കുന്നത്. ഈ സ്വർഗീയ ഗാനം ആലപിക്കുന്ന 2 സഹോദര വൈദികരാണ് നമ്മളുടെ കൂടെയായിരിക്കുന്നത്. ഇവരുടെ വിശേഷങ്ങളായിരുന്നു ഇന്നലെ നാം കേട്ടുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷമുള്ള ക്രിസ്തുമസ് ആഘോഷത്തിലാണ് നാം. ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് ഈ കാലഘട്ടം നമ്മെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വർഗീയ സംഗീത വിരുന്നിൽ നമ്മോട് കൂടെയായിരിക്കുന്ന വിപിനച്ചനോടും വിനിലച്ചനോടുമൊപ്പം നമുക്കും കുറച്ച് സമയം സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഈ ക്രിസ്തുമസ് സംഗീതത്തിൽ പങ്കുചേരാം. പ്രിയ വിപിനച്ചൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ക്രിസ്തുമസ് അനുഭവങ്ങൾ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? റോജിച്ചൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ പുറത്തിറങ്ങി ഭംഗിയായിട്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ കോവിഡ് കാരണം പ്രളയം കാരണമൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല. ഈ പ്രാവശ്യത്തെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒത്തുചേർന്ന ദേവാലയങ്ങളിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, നമ്മുടെ സമൂഹങ്ങളിലായിക്കോട്ടെ വളരെ ആഘോഷമായ ക്രിസ്മസാണ് ഈ പ്രാവശ്യം നടന്നേക്കുന്നത് അല്ലേ? എല്ലാ വർഷത്തേക്കാളൊക്കെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് കഴിഞ്ഞ വർഷമാണ്, കഴിഞ്ഞ മുമ്പത്തെ വർഷം ആ ഒരു വളരെ ടൈറ്റായിട്ടുള്ള നമ്മുടെ പള്ളിയൊക്കെ എല്ലാം അടച്ചൊരു സമയമുണ്ട്. അപ്പോൾ പള്ളിയിൽ ആദ്യം 50 പേരാണ്, പിന്നെ 20 പേരാണ്, പിന്നെ ആ പള്ളി തന്നെ അടച്ചു. ഞാൻ വികാരിയായിരിക്കുന്ന പള്ളിയുടെ മുമ്പിൽ ഒരു പോലീസ് സ്റ്റേഷൻ കൂടി ഉള്ളതുകൊണ്ട് കപ്പേരും ഞാനും മാത്രമായി. അപ്പോൾ മാസങ്ങളോളമാണ് നമ്മുടെ അങ്ങനെ ചിന്ത പോലും വന്നിട്ടില്ല, ഇതുപോലെയൊക്കെ പള്ളി അടഞ്ഞു പോകുമെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല. മാസങ്ങളോളം ഇങ്ങനെ അടഞ്ഞു കിടക്കുക, ഞാനും കപ്പയാരായിട്ടും മാത്രം ഇങ്ങനെ കുർബാന എല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ജീസസ് യൂത്തിലൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നാളെ കുർബാനയ്ക്ക് വരുമ്പോൾ ഞാനും കൂടി വന്നോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അനുവാദം ഇല്ല, ശരിക്കും പറഞ്ഞു ഇപ്പോൾ വരാനായിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാനായിട്ട് അനുവാദം ഇല്ല, എന്നാലും വരാൻ പറഞ്ഞു. അവൻ അന്ന് കുറേ കുർബാന കഴിഞ്ഞിട്ട് അവൻ കുറേ നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ബലിപീഠത്തിന് മുമ്പിൽ, പരിശുദ്ധമ്മയുടെ രൂപത്തിന് മുമ്പിൽ, ഔസപിതാവിൻ്റെ മുമ്പിൽ, യുദാസിലേക്കൊണ്ട് ഒരു പള്ളിയും കൂടി ആയതുകൊണ്ട് ആ പുണ്യാളുടെ മുമ്പിലൊക്കെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അപ്പം ഞാനിന്ന് അവൻ തിരിച്ച് പോകുന്ന നേരത്ത് ഞാൻ അവനോട് ചോദിച്ചു, മോനെ ജോസഫ്, നീ എന്താണ് ഇന്ന് ഇത്ര കുർബാന കാണണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു മറുപടി വളരെ സുന്ദരമാണ്. അച്ഛാ, മാസങ്ങളേറെയായി എനിക്ക് പള്ളി വന്നിട്ട് എനിക്ക് നമ്മുടെ ഇടവക ദേവാലയത്തിലെ ബലിപീഠവും പരിശുദ്ധമ്മയും ഔസപിതാവിനെയും ഉണ്ണീശോയും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അവൻ എന്നിട്ട് പിന്നെ പോയി. ഞാനിങ്ങനെ എന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ഈ മിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വാക്കാത് ഐ മിസ് യു. എനിക്ക് തോന്നുന്നത് കമിതാക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആ വേർഡ് യൂസ് ചെയ്യുക, ഐ മിസ് യു. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ കുറച്ച് നേരം കണ്ടില്ലെങ്കിൽ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നാൾ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് എന്താണ് മിസ് ചെയ്യുന്നത് ചോദിച്ചാൽ അമ്മ പറഞ്ഞ കാര്യം, എനിക്ക് എൻ്റെ അമ്മ വീട് മിസ് ചെയ്യുന്നു, അമ്മച്ചിയുടെ ആങ്ങളെയൊക്കെ എവിടെയുണ്ട്. അങ്ങനെ ഞാൻ ഒന്നൊരു ചിന്തയായിട്ട് പറയുന്നത്, ആ നാളുകൾ നമുക്ക് കുറച്ചിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോകാം. ആ പഴയ നാളുണ്ടല്ലോ, ആ സമയത്ത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പ്രിയപ്പെട്ട കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ആ നാളിൽ എപ്പോഴെങ്കിലും മിസ് ചെയ്ത പല കാര്യങ്ങളിൽ എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുന്ന സമയത്താണ് കേട്ടോ, എൻ്റെ ഇടവക ദേവാലയം മിസ് ചെയ്തിട്ടുണ്ടോ? കുർബാന ഒന്നും ഇല്ലാത്ത സമയത്ത് കുർബാന കാണണമെന്ന് വല്ലാണ്ടൊരു തീഷ്ണത, ഒരു വല്ലാണ്ട് കുർബാന എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടോ? കൂദാശകൾ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഇടവക ദേവാലയത്തിലെ പുണ്യാളന്മാരെയൊക്കെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ടോ? മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാനിതൊക്കെ വല്ലാണ്ട് സ്നേഹിച്ചിരുന്നു അല്ലേ? ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാനും കൂടി പറ്റുന്നൊരു കാലഘട്ടമാണ്. ഇവയൊന്നും എൻ്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പരിഗണന ഞാൻ കൊടുത്തിരുന്നില്ലെന്ന്. അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെയും തിരിച്ചുപോക്കിൻ്റെയും കൂടി നാളായി തീരട്ടെ ക്രിസ്മസ് എന്നാണ് എനിക്ക് തോന്നിയ ഒരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം. ഈ തിരിച്ചറിവുകളുടെ ഈ നാളുകളിൽ നമ്മൾ ഒത്തിരിയേറെ വീണ്ടും തിരിച്ചു വരാനായിട്ട് തുടങ്ങി. ഈ തിരിച്ചുവരവിൽ നമ്മൾ കൈമോശം വന്നു പോയതൊക്കെ പിടിച്ചെടുക്കുവാൻ, മുറുകെ പിടിക്കുവാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇന്ന് ഈ സുന്ദര ദിനത്തിൽ, ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളുടെ സുന്ദരമായ ഒരു ഗാനം കേൾക്കുവാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഗ്രഹീത സംഗീത സംവിധായകനുണ്ട്, പീറ്റർ ചേരാനിൻ്റെ ഒരു ഗായകനും സംഗീതജ്ഞനും. അതെ 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 അതെ. അദ്ദേഹം ഞങ്ങൾക്കൊരു പാട്ട് നൽകി, വലിയ അനുഗ്രഹ നിമിഷമായിട്ട് ഓർക്കുകയാണ്. നല്ലൊരു പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? ഉറപ്പായിട്ടും. മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ വചനമായി, ഇരുളിൽ വെളിച്ചമായി, രക്ഷകൻ ജാതനായി. മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ വചനമായി, ഇരുളിൽ വെളിച്ചമായി, രക്ഷകൻ ജാതന. മർത്യന്റെ ഉള്ളില മന്ത്രിക്കും നാമമാ, മർത്യന്റെ ഉള്ളില മന്ത്രിക്കും നാമമാ, മനസ്സാകും പുൽക്കൂട്ടില പരിശുദ്ധൻ പൂജാതനായി. മനസ്സാകും പുൽക്കൂട്ടില പരിശുദ്ധൻ പൂജാതനായി. മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ വചനമായി, ഇരുളിൽ വെളിച്ചമായി, രക്ഷകൻ ജാതനായി. ആഹ ഗ്ലോറിയ ഗ്ലോറിയ, ആഹ ഗ്ലോറിയ ഗ്ലോറിയ, ആഹ ഗ്ലോറിയ ഗ്ലോറിയ, ആഹ ഗ്ലോറിയ ഗ്ലോറിയ. മാലാഖമാരെല്ലാം ഹല്ലേലൂയ പാടി, ആ ബാലവൃന്ദവും ആഗാനമേറ്റു പാടി. മാലാഖമാരെല്ലാം ഹല്ലേലൂയ പാടി, ആ ബാലവൃന്ദവും ആഗാനമേറ്റുപാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ എന്നും സന്മനസ്സുള്ളോർക്കു ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ എന്നും സന്മനസ്സുള്ളോർക്കു ശാന്തി. മിഴികളിൽ സ്നേഹമായി, മൊഴികളിൽ വചനമായി, ഇരുളിൽ വെളിച്ചമായി, രക്ഷകൻ ജാതനായി. സകല ചരാചരം ആനന്ദ
ആനന്ദഗീതം പാടി സ്വർഗീയ രാജനെ വരവേൽക്കുവാൻ പാടി. സകല ചരാചരവും ആനന്ദഗീതം പാടി സ്വർഗീയ രാജനെ വരവേൽക്കുവാൻ പാടി. പാരിലെങ്ങും ആമോദം സ്വർഗീയാനന്ദം യേശുരക്ഷകന്റെ നാമം സർവലോകവും വാഴ്ത്തി. പാരിലെങ്ങും ആമോദം സ്വർഗീയാനന്ദം യേശുരക്ഷകന്റെ നാമം സർവലോകവും വാഴ്ത്തി. മിഴികളിൽ സ്നേഹമായി മൊഴികളിൽ വചനമായി ഇരുളിൽ വെളിച്ചമായി രക്ഷകൻ ജാതനായി മർത്യന്റെ ഉള്ളിലായി മന്ത്രിക്കും നാമമായി മർത്യന്റെ ഉള്ളിലായി മന്ത്രിക്കും നാമമായി മനസ്സാകും പുൽക്കൂട്ടിലായി പരിശുദ്ധൻ പൂജാതനായി മനസ്സാകും പുൽക്കൂട്ടിലായി പരിശുദ്ധൻ പൂജാതനായി. മിഴികളിൽ സ്നേഹമായി മൊഴികളിൽ വചനമായി ഇരുളിൽ വെളിച്ചമായി രക്ഷകൻ ജാതനായി. ആഹ ഗ്ലോറിയ ഗ്ലോറിയ ആഹ ഗ്ലോറിയ ഗ്ലോറിയ ആഹ ഗ്ലോറിയ ഗ്ലോറിയ ആഹ ഗ്ലോറിയ ഗ്ലോറിയ. അതിമനോഹരമായ സുന്ദരമായ ഒരു ഗാനം സ്വർഗീയ സംഗീതത്തോട് ചേർത്ത് വെച്ച് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഈ ക്രിസ്മസ് ദിനം ഇങ്ങനെ സംഗീതങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ വേദനകളൊക്കെ ഒപ്പാൻ നമുക്ക് കഴിയുമ്പോഴാണ് സ്വർഗം ആഗ്രഹിച്ച ക്രിസ്തുമസ് ഇന്ന് ഈ ലോകത്തിൽ സംജാതമാകുന്നത്. വിനിലച്ചൻ്റെ ആശ്രമത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? ഒത്തിരി സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്നലെ 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ ക്രിസ്മസിൻ്റെ ആ ഒരുക്കത്തിൽ എൻ്റെ ശ്രദ്ധ പോയത് ക്രിബ് ഉണ്ടാക്കാനൊക്കെ സാധാരണ ആശ്രമങ്ങളിലൊക്കെ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇത് ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്, യുവജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വീടാക്കി ഞങ്ങളുടെ ആശ്രമം മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ പ്ലാൻ എല്ലാം അവരുടേതാണ്. അപ്പോൾ അവർ വരും, നല്ല പുൽക്കൂടുണ്ടാക്കും, നക്ഷത്രം പോലും അവരാണ് ഇട്ടത്. കാരണം അവരുടെ സ്വന്തം വീട് പോലെ കണക്കാക്കിയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങളുടെ ആശ്രമത്തിൽ അവിടെ വരുന്ന ഒരുപാട് വിശ്വാസികൾ പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനങ്ങളിൽ അവരവരുടെ ഭവനമാക്കി നമ്മുടെ ആശ്രമം മാറ്റുന്നു. നമ്മുടെ ആശ്രമത്തിലെ ക്രിബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാണ് അവരുടെ വീടുകളിൽ പോലും ക്രിബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു കൂട്ടായ്മ എനിക്കെപ്പോഴും എൻ്റെ ആശ്രമത്തിൽ, ഇപ്പോൾ ഞങ്ങളുടെ ബത്തേരിയിലെ ആ ഒരു ആശ്രമത്തിൽ ആശ്രമത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നാളെയൊക്കെ അവിടെ ഞങ്ങളുടെ ആശ്രമം ചുറ്റും മറ്റ് മതസ്ഥരായിട്ടുള്ളവരുണ്ട്. മുസ്ലിം സഹോദരങ്ങളുണ്ട്, ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. അപ്പം നാളെ എന്നൊരു ദിവസം അവരെങ്ങും പോവില്ല. അവർ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരും. അവർ വരുമ്പോൾ തന്നെ അവർ പറയും, അച്ഛാ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ക്രിബ് കാണണം. അങ്ങനെ മൊത്തം കണ്ട് അവരവിടെ കുറേ സമയം ഒക്കെ ചിലവഴിച്ചിട്ട് അവർ വിഷ് ചെയ്യും, നമ്മൾ കേക്ക് കൊടുക്കും. അപ്പോൾ അവർ സന്തോഷത്തോടെ വാങ്ങിച്ച് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസികളും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലുള്ള എല്ലാവരും നമ്മളോട് ഇങ്ങനെ ഒരു കൂട്ടായ്മ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹം എല്ലാവരിലേക്കും എത്തുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ അനുഭവം ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുഭവിച്ചു. ഇനിയിപ്പോൾ ക്രിബിൻ്റെ പണി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റ് മതസ്ഥരുടെ സ്നേഹവും ഈശോയുടെ ആ ഒരു സ്നേഹ പങ്കുവെക്കലൊക്കെ ഇനിയും അനുഭവിക്കാനായിട്ട് പോവുകയാണ്. ക്രിസ്തുമസിന് നമുക്കൊരുപാട്
നല്ല പാട്ടുകളുണ്ട് പഴയ കാലങ്ങളിലെല്ലാം. ഇന്നും അത് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലും നമ്മുടെയൊക്കെ അധരങ്ങളിലും അത് എപ്പോഴും മൂളിപ്പാട്ടുകളായിട്ട് നമ്മുടെ അധരങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ദേവാലയങ്ങളിലെ ക്രിസ്മസ് രാവുകളിൽ നമ്മളത് കേട്ട് നമ്മൾ വീടുകളിലേക്കൊക്കെ വന്നവരാണ്. നിങ്ങളുടെ ശബ്ദത്തിൽ ഈ പഴയ ഗാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കിഷ്ടമുള്ളത് ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. റോജീച്ച, അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏത് പാതിര കുർബാനയ്ക്ക് പോയാലും, ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് പോയാലും നമ്മൾ ഒത്തിരി പുതിയ പാട്ടുകൾ എല്ലാ വർഷം ഇറങ്ങുന്നുണ്ട്. അതിനൊക്കെ എൻ്റേതായിട്ടുള്ള ഭംഗിയും ഹീലിംഗും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും പാതിര കുർബാനയ്ക്ക് പോയിട്ട് യഹൂദിയായിലെയും കാവൽമാലാകന്മാരെയും രാത്രി രജരാത്രിയും അല്ലെങ്കിൽ പൈതലാം യേശുവും കേട്ടില്ലെങ്കിൽ ക്രിസ്മസ് സ്ക്വയർ പൂർണ്ണമല്ല. ഞങ്ങൾ പഴയൊരു സുന്ദരമായൊരു ഗാനമുണ്ട്, സുജാത ചേച്ചിയൊക്കെ പാടിയതാണ്, കാവൽമാലാകന്മാരെ. ഞങ്ങൾ ഒരുമിച്ച് ആ ഗാനം ഇപ്പം ആരംഭിക്കാം. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ്. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. തളിരാർന്ന പൊന്മേനി നോവുമേ, കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. സുഖസുഷുപ്തി പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടക്കരുതേ, താഴെ പുൽത്തൊട്ടിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ്. വിനിലച്ച, ഈ ഗാനം ആലപിച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വിനിലച്ചന് തോന്നിയ ഒരു വികാരമുണ്ട്. എന്താണത്? തീർച്ചയായും എന്ത് ഒരു സാന്ത്വനവും എന്തൊരു ഫീലിംഗ് ആണല്ലേ ഈ പാട്ടിനല്ലേ. അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് അങ്ങ് ലയിച്ചു പോകും അല്ലേ. എത്ര താരാട്ട് പാട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലേ, ഇതിന് മാത്രം സ്വന്തം. ഞാൻ ഈ പാടുമ്പോൾ എനിക്ക് തോന്നിയത് ഈ ഉണ്ണീശോ എൻ്റെ മടിയിലിരുന്നിട്ട് നമ്മളിങ്ങനെ താലെടുത്ത് താരാട്ട് ഉണ്ണി ഉറങ്ങ് വൈക്കോല് കണ്ടു കഴിഞ്ഞാൽ പൊന്മേന് നോവും എന്നൊക്കെ പറയുന്ന ഇത് ഈ വരികളുടെ ആ സാഹിത്യമൊക്കെ അതിനാണ് ഇണങ്ങിയ മ്യൂസിക്കും സുന്ദരമായിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് എവർഗ്രീൻ, നമ്മുടെ പഴയ സുന്ദരമായ ഗാനങ്ങൾ ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നതിൽ ഇതാ ഈ പാട്ട് അറിയാത്ത ഒരു മലയാളിയും കാണിയല്ലേ അല്ലേ. തീർച്ചയായിട്ടും എല്ലാവരുടെയും ചുണ്ടുകളിൽ ഈ കാലഘട്ടങ്ങളിൽ വളരെ പോപ്പുലറായിട്ട് ഇപ്പോൾ ഈ ഗാനമുണ്ട്. ഇതേപോലെ ഓരോ ഗാനങ്ങളും ഉണ്ടാകട്ടെ. അപ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാനായിട്ട്. ഇത്
ആസ്വദിക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലൊരു സമാധാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു ഗാനവും ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സമയങ്ങളിൽ ഞങ്ങൾക്കെല്ലാം പാടിത്തരുന്ന ഈ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അത് എവിടെയായാലും ഏതു മതസ്ഥരായാലും അവർക്കെല്ലാം ഈ ഗാനം നൽകുന്നത് വലിയൊരു ആശ്വാസമുണ്ട്, സൗഖ്യം നൽകുന്നുണ്ട്. ഈ അനുഭവം തന്നെയാണ് ഈ ക്രിസ്മസിൻ്റെ സന്ദേശവുമായിട്ട് മാറുന്നത്. നിങ്ങളുടെ ഗാനങ്ങൾ വീണ്ടും കേൾക്കുവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. തീർച്ചയായും ഈ ഒരു ഗാനം നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട്. അതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അത് കൂടെ ഈ ജനിച്ച രക്ഷകൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അതുകൊണ്ടേ നമുക്ക് ജീവിക്കാം. അത് ഇല്ലാതെ വരുമ്പോഴാണ് കൂടെ നമുക്കറിയാം, നമ്മൾ നടക്കുമ്പോഴും വേദനിക്കുമ്പോഴും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണ്. നമ്മുടെ ഭാരം വഹിക്കാൻ എൻ്റെ കൂടെയുണ്ട് അല്ലേ. ഈ ഡിപ്രഷനൊക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് അല്ലേ. അതിന് എനിക്ക് തോന്നുന്ന ആരും ഇല്ല എന്നൊരു ചിന്തയാണ്. ഈ ഗാനം, ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒറ്റയ്ക്കല്ല, എൻ്റെ ഉള്ളംകൈയിൽ നീ ഉണ്ട് മോനെന്ന് പറയുന്ന ഒരു ഈശോയുടെ കരുതൽ നമുക്കറിയാൻ പറ്റുന്ന എത്ര അതുപോലത്തെ സുന്ദരമായ ഗാനങ്ങൾ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള അനുഭവങ്ങൾ ഈ കൂടെ നിർത്തുന്നതാണ്. ഈ ഗാനങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം അനേകർ ഇങ്ങനെ നമുക്ക് അവരുടെ അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു പ്രതീക്ഷ, അതായത് കൂടെ ഈശോയുണ്ടെന്നുള്ള പ്രതീക്ഷ, അതാണ് ജീവിക്കാനായിട്ട് പലരെയും ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത്. അവർക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകുമ്പോൾ, സാമ്പത്തിക മേഖലയ്ക്ക് എന്തുമായിക്കോട്ടെ ഒരു വേദനകൾ, നഷ്ടങ്ങളുണ്ടാകുമ്പോൾ പരാതിയില്ലാതെ പരാജയമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഊർജ്ജം നൽകുന്നത് എൻ്റെ കൂടെ ഇമ്മാനുവൽ ഈശോയുണ്ട്. അതാണ് അവർക്ക് പ്രതീക്ഷ, അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ദിനം നിങ്ങൾ കുറേ സമയം നല്ല ഗാനങ്ങളിലൂടെ ഞങ്ങളുടെ കൂടെയായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം ഇവർക്കൊക്കെ കൊടുക്കാനുള്ളത് നിങ്ങളുടെ ഗാനങ്ങൾ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം, ഒരു സമാധാനം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഗാനങ്ങൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുവാനുണ്ട്. ഞങ്ങളുടെ ഒരു പ്രിയ കൂട്ടുകാരനുണ്ട്, സോജൻ ബ്രോയുടെ ഒരു ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സുന്ദരമായൊരു ക്രിസ്മസ് ഗാനമുണ്ട്, അതാരംഭിക്കാം. പാരിനാഥനായി മണ്ണിടത്തിൽ വന്നു മഞ്ഞു പെയ്യും രാവതിൽ ഭൂജാതന, മഞ്ഞു പെയ്യും രാവതിൽ ഭൂജാതന. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. പാരിനാഥനായി നീതി സൂര്യനായി ഉന്നതത്തിൽ നിന്നും മണ്ണിടത്തിൽ വന്നു. മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി, മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി. മാനവർ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മാനവരും പാടിടുന്നു മേരി ക്രിസ്മസ്. ഉന്നതത്തിൽ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മഞ്ഞിടത്തിൽ പാടിടുന്നു മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. രക്ഷകനെ കാണാൻ ദൂരെ നിന്നു വന്ന നാടുവാഴികൾക്ക് മുന്നിൽ നീങ്ങി താരകം. രക്ഷകനെ കാണാൻ ദൂരെ നിന്നു വന്ന നാടുവാഴികൾക്ക് മുന്നിൽ നീങ്ങി താരകം.
വഴിവിളക്കായി പ്രഭ ചൊരിഞ്ഞു താരജാലകം. കണ്ണു ചിമ്മി രക്ഷകനെ വരവേൽക്കയായി, വഴിവിളക്കായി പ്രഭ ചൊരിഞ്ഞു താരജാലകം. കണ്ണു ചിമ്മി രക്ഷകനെ വരവേൽക്കയായി. മാലാഖമാർ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മാനവരും പാടിടുന്നു മേരി ക്രിസ്മസ്. ഉന്നതത്തിൽ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മഞ്ഞിടത്തിൽ പാടിടുന്നു മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ആട്ടിടയരോട് മാലാഖമാർ പാടി, ദാവീദിന്റെ പട്ടണത്തിൽ ഉണ്ണി പിറന്നു. ആട്ടിടയരോട് മാലാഖമാർ പാടി, ദാവീദിന്റെ പട്ടണത്തിൽ ഉണ്ണി പിറന്നു. ചിറകു വീശി പാടിയവർ മംഗളഗാനം, തപ്പുതാള കിന്നരത്തിൽ ഗ്ലോറിയ ഗാനം. ചിറകു വീശി പാടിയവർ മംഗളഗാനം, തപ്പുതാള കിന്നരത്തിൻ ഗ്ലോറിയ ഗാനം. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. പാരിനാഥനായി വീതി സൂര്യനായി, ഉന്നതത്തിൽ നിന്നും മണ്ണിടത്തിൽ വന്നു. മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി, മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി. മാലാഖമാർ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മാനവരും പാടിടുന്നു മേരി ക്രിസ്മസ്. ഉന്നതത്തിൽ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മഞ്ഞിടത്തിൽ പാടിടുന്നു മേരി ക്രിസ്മസ്. മാലാഖമാർ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മാനവരും പാടിടുന്നു മേരി ക്രിസ്മസ്. ഉന്നതത്തിൽ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മഞ്ഞിടത്തിൽ പാടിടുന്നു മേരി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. വളരെ എനർജറ്റിക് ആയിട്ടൊരു സോങ് ആയിരുന്നത്. പാടുന്ന നിങ്ങൾക്കും കേൾക്കുന്ന ഞങ്ങൾക്കും ഇത് ആവേശമാണ്. ശരിയാണ്. ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇതിൻ്റെ നല്ല വരികൾ, ഇത് എഴുതിയവർ നൽകിയ നല്ല വരികൾ, പിന്നെ നല്ല മ്യൂസിക് അല്ലേ എല്ലാം. ഇപ്പം നമ്മൾ പാടിയ പാട്ട് അതിനൊരു നൃത്തത്തിൻ്റെ ഒരു മൂഡുണ്ട്, അതിൻ്റെ ഋതമൊക്കെ നല്ല. അപ്പം നമ്മളത് പാടുമ്പോൾ തന്നെ അത് നമുക്ക് തളർന്ന് പാടാൻ പറ്റത്തില്ല. എൻജോയ് ചെയ്ത് എനർജി ചെയ്ത്, ശരിക്കും പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ് അന്ന് നമ്മളത് ആ പാട്ട് പാടിക്കുമ്പോൾ നമ്മുടെ സോജംബ്ര പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്നാൽ ആ എനർജി മുഴുവൻ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് അങ്ങനത്തെ ഒരു എനർജിയാണ്. നമ്മളത് എനർജിയോട് പാകുമ്പോൾ കേൾക്കുന്നവർക്ക് ആ എനർജി കിട്ടും. ആ രീതിയിൽ പാടണമെന്ന രീതിയിൽ മാലാഖമാർ പാടിയപ്പോഴും അത് തന്നെയായിരുന്നു. ആ എനർജിയാണ് അട്ടിടയന്മാർക്ക് കിട്ടി. ആ ഒരു ഊർജ്ജമാണ് അവർ ബെത്ലഹേമിലേക്ക് പെട്ടെന്ന് പോകാനുണ്ടായ കാരണം. ഇതുതന്നെയാണ് ക്രിസ്മസിൽ നമുക്ക് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ ക്രിസ്തുമസ് നമ്മളിലൂടെ തുടരപ്പെടണം, മുന്നോട്ട് പോകപ്പെടണം. അപ്പോഴാണ് അത് പൂർണ്ണമാകുക. മറ്റുള്ളവർക്ക് ഈ ക്രിസ്തു അനുഭവം കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവായിട്ട് മാറുന്നു. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. രക്ഷകൻ മന്നിതിൽ വന്നിത പുൽത്തൊഴുത്തിൽ, മേരിതൻ സൂനുവായി ബെത്ലഹേം പുൽത്തൊഴുത്തിൽ. പാരിനാഥനായി വീതി സൂര്യനായി, ഉന്നതത്തിൽ നിന്നും മണ്ണിടത്തിൽ വന്നു. മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി, മഞ്ഞു പെയ്യും രാവിൽ ഭൂജാതനായി. മാലാഖമാർ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മാനവരും പാടിടുന്നു മേരി ക്രിസ്മസ്. ഉന്നതത്തിൽ പാടിടുന്നു ഹാപ്പി ക്രിസ്മസ്, മഞ്ഞിടത്തിൽ പാടിടുന്നു